ഹൈ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ മൂവി കണ്ടേ. തുടക്കം കാണുമ്പോൾ നമ്മൾ കരുതും ഇതൊരു ജെൻസി ലവ് സ്റ്റോറി ആണെന്ന്. പക്ഷേ അല്ലത്, ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. കഥയിലെ പ്രധാന കഥാപാത്രം ഷാനിയ കപൂറും ആദർശ് ഗൗരവും. ആദർശ് ഒരു നല്ല റാപ്പറാണ്, ഷാനി ആവട്ടെ ഒരു വലിയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. അങ്ങനെ ഒരു കൊളാബറേഷൻ ഭാഗമായിട്ട് ഇരുവരും പരിചയപ്പെടുന്നു. പിന്നെ പയ്യെ പ്രണയത്തിലേക്ക് കിടക്കുന്നു. പിന്നീട് അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഗോവയിലേക്ക് ഒരു യാത്ര പോകും. ആ യാത്രക്കിടയിൽ വെച്ചിട്ട് അവർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യും. അവിടെ ഒരു ലോക്കൽ ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് കഥയുടെ പാറ്റേൺ മുകളിൽ മാറുന്നത്. അതുവരെ റൊമാൻറ്റിക് പാറ്റേണിൽ പോയ മൂവി അവിടെ തൊട്ട് ഒരു വേറെ ലെവലിലേക്കാണ് പോകുന്നത്. അതൊരു സർവൈവൽ പാറ്റേണിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ക്യാമിയോ ആയിട്ടൊരു സംഭവം എത്തും. ഓക്കെ, പിന്നെ സ്റ്റോറി ഫുള്ള് വേറെ ലെവലിലേക്കാണ് മാറുന്നത്. അതായത് ഇവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെ പൂളിൽ അവിടുത്തെ പമ്പ് സെറ്റ് കേടാവുകയും ഇവരെ രണ്ടുപേരും ആ പൂളിൽ അകപ്പെടുകയും ആ പൂളിലേക്ക് പുറത്തെ ഒരു എന്താ പറയുക നദിയിൽ നിന്നും ഒരു മുതല കയറുകയും ചെയ്യും. ഒരു മുതല 2 മുതലുകൾ. പിന്നെ ഫുള്ള് കംപ്ലീറ്റ് സർവൈവലാണ്. പിന്നെ കുറച്ച് ഗോർ സീൻസ്, വയലൻസ് സീൻസൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നൊരു 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവർ സർവൈവലാണ്. പൂളും മുതലയും മാത്രമുള്ള സീനുകളാണ് മൊത്തം. അപ്പോൾ അതിനുശേഷം മൂവി നല്ല എൻഗേജിങ് ആണ്. അടിപൊളി സീൻസാണ്. സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്. ഇവരുടെ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും. പിന്നെ ആ ഒരു എൻഡിങ് വരെ അവർ സർവൈവലാണ് ഫുള്ള് കാണിക്കുന്നത്. നല്ല രസമാണ് മൂവി. മൂവിയുടെ പേര് തൂ യാ മേ. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പം ഒരിക്കൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സർവൈവൽ മൂവിയാണ്. അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ അടുത്തൊരു മൂവിയായിട്ട് അടുത്താണ്.